നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഓണപരീക്ഷ 4-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ടൈം ടേബിൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെ സിലബസ് ആണ് നമ്മൾ ആദ്യം പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് ചാപ്റ്ററൊക്കെ പഠിക്കണം എന്ന് വ്യക്തമായിട്ട് അറിയണം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാരണം ഇനി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ വിഷയങ്ങളുടെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും എല്ലാം ഇതിനകത്ത് വരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് തുടങ്ങാം. ഫിസിക്സ് 5 ചാപ്റ്ററാണ്. അതായത് നിങ്ങളുടെ സ്കൂളിലാണ് പഠിപ്പിച്ച് നിർത്തുന്നത്, അവിടം വരെ എന്നുള്ള രീതിയായിരിക്കും എല്ലാ വിഷയങ്ങൾക്കും എടുക്കുന്ന തീരുമാനം. സ്കൂളിലത്തെ ടീച്ചർമാരെടുക്കുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. എന്നാൽ പോലും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അത് ആ ചാപ്റ്റർ ഉദ്ദേശിക്കുന്നത് ബയോട്ട് സാവാർട്ട്സും ആംബിയർ സർക്യൂട്ട് തിയറി ഒക്കെ ഉള്ളതാണ്. അല്ലാതെ മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. രണ്ടുകൂടെ ചേർത്ത് വേണമെങ്കിലും പറയാം. മാഗ്നറ്റിസം വരുമ്പം അതിനകത്ത് മറ്റേ പ്രോപ്പർട്ടീസ് ഓഫ് ബാർ മാഗ്നറ്റ് അങ്ങനെയുള്ള കാര്യം, മറ്റേ സസെപ്റ്റിബിലിറ്റി, പെർമിബിലിറ്റി, മാഗ്നറ്റൈസിങ് ഫീൽഡ്, നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞാനിത് എടുത്ത് പറഞ്ഞത്. ഇത്രയും ചേരുന്നതാണ് ഫിസിക്സ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കെമിസ്ട്രി സൊല്യൂഷൻസ് ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്, കെമിക്കൽ കൈൻഡിക്സ് ഉണ്ട്, D&F ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. ഇത്രയും കെമിസ്ട്രിക്കുണ്ട്. മാത്സിൽ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി, ഫങ്ഷൻസ് മെട്രിസസ്, ഡിറ്റർമിനൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. 5 ചാപ്റ്റർ മോശമൊന്നുമല്ല, ഒന്നും പഠിക്കാനുണ്ട്. മാത്സ്, പിന്നെ ബോട്ടണി, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ബയോടെക്നോളജി, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്, സുവോളജി, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഹെറിറ്ററി ആൻഡ് വേരിയേഷൻ, പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, സ്ട്രക്ചർ ആൻഡ് പോയിന്റേഴ്സ്, കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേറ്റേഴ്സ്, വെബ് ടെക്നോളജി. ഇത്രയാണ് ഒഫീഷ്യലായിട്ട് ഗവൺമെൻറ് രീതിയിൽ ഇത്രയെങ്കിലും മിനിമം. ചിലപ്പോൾ ഇതിന് ചിലപ്പം കൂടുതൽ പഠിപ്പിച്ച സ്കൂൾ കാണും, കുറച്ച് പഠിപ്പിച്ച സ്കൂൾ കാണും. ടീച്ചർമാർ എന്തായാലും മിനിമം ഇതിനപ്പുറത്തേക്ക് ഇടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതായിരിക്കും ഒരു മാക്സിമം ലിമിറ്റ്. ഇതിനപ്പുറത്തേക്ക് ചാപ്റ്റർ ഇടത്തില്ല. 6-ാമത്തെ ചാപ്റ്റർ ഒന്നും ഫിസിക്സ് പോകത്തില്ല, 6-ാമത്തെ ചാപ്റ്റർ മാത്സ് പോകത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. കാരണം അത് സിലബസ് കൂടുതലാണ് താനും. ഓണപരീക്ഷയുടെ പ്രത്യേകത ഇതാണ്. ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ നല്ല മാർക്ക് മേടിച്ചാൽ നിങ്ങൾക്ക് നല്ല ഇൻറ്റേർണൽ മാർക്ക് സ്കോർ ചെയ്യാം, CE മാർക്ക് സ്കോർ ചെയ്യാം. കാരണം ഇത്രയും ചാപ്റ്ററേ ഉള്ളൂ. ക്രിസ്മസ് പരീക്ഷ ആകുമ്പോൾ 10 ചാപ്റ്ററൊക്കെ എല്ലാ വിഷയങ്ങളും വരുമ്പോൾ നമുക്ക് സ്കോർ ചെയ്യുന്നത് ഇച്ചിരി കൂടെ പ്രയാസമായിരിക്കും. നന്നായിട്ട് പഠിച്ചാൽ സ്കോർ ചെയ്യാം. മോഡൽ എക്സാം ആകുമ്പോൾ എല്ലാ ചാപ്റ്ററും ഉണ്ട്, പബ്ലിക് എക്സാം ആകുമ്പോൾ എല്ലാ ചാപ്റ്ററും ഉണ്ട്. മോഡൽ എക്സാം വരെയൊക്കെ ഉള്ളൂ നമ്മുടെ CE മാർക്ക്. CE മാർക്കിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു അധ്യാപനം എന്നുള്ള രീതിയിലും ടീച്ചർമാർക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് CE മാർക്ക് സ്കോർ ചെയ്യാൻ ഓണപരീക്ഷ ആയിരിക്കും നല്ലത്. അതിനനുസരിച്ച് പഠിക്കുക. അടിപൊളി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഷുവർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും വീഡിയോസും ക്ലാസ്സിലെല്ലാം നിങ്ങൾക്ക് കിട്ടും. മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് ശക്തി കാണിച്ചേക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഈ ചാനൽ. ഉറപ്പായിട്ടും നെവർ എവർ ഗിവ് അപ്പ്.